കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് വടയാർ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെയാണ് പ്രസിദ്ധമായ ആറ്റുവേല മഹോത്സവം നടക്കുന്നത്. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മീനമാസത്തിലെ അശ്വതി ഭരണി നാളുകളിലായി നടക്കുന്ന ജലോത്സവമാണ് ആറ്റുവേല. തൻ്റെ സഹോദരിയായ ഇളങ്കാവിലമ്മയെ കാണുന്നതിനായി കൊടുങ്ങല്ലൂരമ്മ പ്രത്യേകമായി നിർമ്മിച്ച ആറ്റുവേലച്ചാടിൽ ജലമാർഗം എഴുന്നള്ളുന്ന ചടങ്ങാണ് ആറ്റുവേല. 2 കേവ് വള്ളങ്ങളിൽ 3 നിലകളിലായി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഈ നിർമ്മിതിയെ ആറ്റുവേലച്ചാട് എന്നാണ് പറയുന്നത്. ഇളങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്ററോളം അകലെ മറവൻതുരുത്ത് പഞ്ചായത്തിലെ കടൂക്കരയിലുള്ള ഈ ആറ്റുവേലക്കടവിൽ നിന്നുമാണ് ആറ്റുവേലച്ചാട് ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിൽ കാവു തീണ്ടി നടയടച്ച ശേഷം 18 നാഴിക ഇരുട്ടിക്കഴിഞ്ഞ് ആറ്റുവേലക്കടവിൽ നിന്നും ആറ്റുവേലച്ചാട് അഴിച്ചുവിടുന്നു. ഗുരുതി കഴിഞ്ഞ് താഴികക്കുടത്തിൽ വിളക്ക് തെളിച്ചതിന് ശേഷമാണ് കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ചിരുത്തിയ ആറ്റുവേലച്ചാട് ആറ്റുവേലക്കടവിൽ നിന്നും ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ആറ്റുവേലച്ചാടിനോടൊപ്പം അതിനു പിന്നിലായി ഗരുഡൻ തൂക്കങ്ങളുമായി എത്തുന്ന തൂക്കച്ചാടുകൾ ആറ്റുവേലച്ചാടിന് അകമ്പടി സേവിക്കുന്നു. പുലർച്ചെ 5 മണിയോടുകൂടി ഇളങ്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ആറ്റുവേലച്ചാടിനെ ഭക്തജനങ്ങൾ അരിയും പൂവുമെറിഞ്ഞ് സ്വീകരിക്കുന്നു. തുടർന്ന് ഭഗവതിയെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തയ്യാറാക്കിയ പള്ളിശ്രാമ്പിലേക്ക് ആനയിക്കുന്നു. തുടർന്ന് ആറ്റുവേലയ്ക്ക് അകമ്പടിയായി വന്ന തൂക്കച്ചാടിലെ ഗരുഡൻ തൂക്കങ്ങൾ പള്ളിശ്രാമ്പിന് പ്രദക്ഷിണം വച്ച് പയറ്റ് അവസാനിപ്പിക്കുന്നു. ആറ്റുവേലയുടെ ചടങ്ങുകൾക്ക് ശേഷം ആറ്റുവേലച്ചാട് അഴിച്ചെടുത്ത് ക്ഷേത്രത്തിൽ തന്നെ ഭദ്രമായി സൂക്ഷിക്കുന്നു.